നമസ്കാരം കുട്ടികളും സുഖസാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മുടെ +1 കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. പുതിയ രീതിക്കുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ക്വസ്റ്റനൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് 1 + x ഹോൾ റൈസ് ടു n where n is even or odd. 1 + x ഹോൾ റൈസ് ടു n നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, ബൈനോമിയൽ കോഎഫിഷ്യൻസ്, അതിന്റെ സം എത്ര ആയിരിക്കും എന്നുള്ളതാണ്. n ഒരു ഓഡ് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും നമുക്ക് ജനറൽ ആയിട്ട് അതിന്റെ ആൻസർ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും: NC0 + NC1 + NC2 + NC3 + എക്സെട്ര + NCn. ഓക്കെ, ഞാൻ അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഈ എക്സ്പാൻഷനെ ഒന്ന് കാണിച്ചിട്ട് അവിടെ നമുക്ക് ആ ലോജിക്ക് പിടികിട്ടി ആൻസറിലോട്ട് എത്താം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് 1 + x the whole square, 1 + x the whole cube, 1 + x raised to 4, 1 + x whole raised to 5. ഇത്രയും ആൾക്കാരെ ഞാനിപ്പോ ഇതിനു വേണ്ടി എടുക്കുന്നത്. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. What is 1 + x the whole square expansion? A + b the whole square, a² + 2ab + b² ആകുമ്പോൾ 1 + x the whole square is 1² is 1 + 2 × 1 × x, that is 2x + x². ശരിയാണല്ലോ അല്ലേ? നെക്സ്റ്റ് 1 + x the whole cube എന്ന് പറയുമ്പോൾ 1 cube ഇല്ലേ, 1 + 3 × 1² × x, that is 3x + 3x² + x³ ശരിയാണല്ലോ അല്ലെ? അതും ഓക്കെ ആണ്. അടുത്ത 1 + x raised to 4 എന്ന് പറയുമ്പോൾ 1 + 4x + 6x² + 4x³ + x raised to 4. ഇതൊക്കെ എക്സ്പാൻഷൻ ആണ് കേട്ടോ. നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എക്സ്പാൻഷൻ ആണ്. a + b ഹോൾ റൈസ് ടു n വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താൽ കിട്ടും. നെക്സ്റ്റ് 1 + x raised to 5, that is 1 + 5x + 10x² + 10x³ + 5x² 5x² കേട്ടോ, ഇവിടെ കറക്റ്റ് ആണ്. 5x² 5x² അല്ല, സോറി, 5x raised to 4 + x raised to 5. ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ 1 + x raised to 5 ന്റെ 1 + 5x + 10x² + 10x³ + 5x raised to 4 + x raised to 5. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും +1 മാത്സിനും അത് കഴിഞ്ഞിട്ട് +2 ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് മാത്സിനെ പഠിക്കാം. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടും, ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മാത്സിനെ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ മാർക്കിലെത്താൻ ആർക്ക് ഈസി, ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മാർക്കിലെത്താനുള്ള എല്ലാ കാര്യങ്ങളും തരും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കാര്യത്തിലോട്ടൊക്കെ വരാം. ഇതിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇതാര്? കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആരൊക്കെയെന്ന് വെച്ചാൽ 1 + 2a + 1. ആൻസർ എത്ര? 1 + 2a + 1 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അടുത്തത് ആരൊക്കെയാ? 1 അടുത്ത 1 + 3a + 3a + 1. ആൻസർ കിട്ടുന്ന എത്ര? 8. അടുത്ത കോഎഫിഷ്യൻസ് ആരൊക്കെയാ? 1 പിന്നെ ആരാ? 4. എക്സിനെ ഒന്നും എടുക്കില്ല, കോഎഫിഷ്യൻസ് മാത്രം 6 പിന്നെ 4 + 1. ശരിയല്ലേ? കോഎഫിഷ്യൻസുകൾ 1 4 6 4 എക്സ്ട്രാ 4ന്റെ കൂടെ ആരും ഇല്ലെങ്കിൽ ദൈവമുണ്ട്, 1 ഉണ്ട്. ഓക്കെ, അടുത്ത ആരാ? ഇതിന്റെ കോഎഫിഷ്യൻസുകൾ എന്ന് പറഞ്ഞാൽ 1 + 5 + 10 + 10 + 5 + 1. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 1 + 2 + 1 4 കിട്ടി. 1 + 3 + 3 + 1 8 കിട്ടി അല്ലേ? അടുത്ത് നോക്കിക്കേ, 1 + 4 + 6 + 4 + 1. 6 4 10 4 14 2 16 എന്നാണ് ആൻസർ കിട്ടി അല്ലേ? 16. ഇവിടെ നോക്കിക്കേ, ഇത് 10 ഇത് 20, ഈ 2 5 കൂടെ ചേരുമ്പോൾ 30, ഈ 2 1 1 2 32. ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻസുകൾ കേട്ടോ, സം ഓഫ് ദ കോഎഫിഷ്യൻസ്. ഇതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ലോജിക്ക് കിട്ടി കാണും. പലർക്കും ഈ നമ്പറുകളെല്ലാം കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉള്ള നമ്പറായിട്ട് തോന്നുന്നു അല്ലേ? ചിലർക്ക് 4 8 16 32. ആക്ച്വലി ഇത് കറക്റ്റ് ഒരു GP പോലെ തോന്നുന്നുണ്ടോ? 4 × 2 8, 8 × 2 16, 16 × 2 32. അപ്പൊ ഈ 4നെ നിങ്ങൾക്ക് ആരെന്ന് എഴുതാം? ഈ 4നെ നിങ്ങൾക്ക് ആരെന്ന് എഴുതാം? 2² എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്, ശരിയല്ലേ? 4നെ. അടുത്ത 8നെ നിങ്ങൾക്ക് ആരെന്ന് എഴുതാം? 2³ 16നെ നിങ്ങൾക്ക് ആരെന്ന് എഴുതാം? 2⁴. 13നെ നിങ്ങൾക്ക് ആരെന്ന് എഴുതാം? 2⁵. ഓ, അപ്പൊ എന്തോ ഒരു കണക്ഷൻസ് ഇതെല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ പവർ 2 ആയിരുന്നു, ആദ്യത്തെ പവർ 2 ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് 2² ആണ്. സം ഓഫ് ദ കോഎഫിഷ്യൻസ് 4 എന്നാണ് കിട്ടിയത്, അത് 2². അടുത്ത പവർ 3യുടെ വന്നപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് 8 ആണ്. 8നെ നിങ്ങൾക്ക് ആരെന്ന് എഴുതാം? 2³ എന്ന് എഴുതാം.
റേസ് 4ന്റെ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 16. 16 നിങ്ങൾക്ക് ആരും എഴുതാൻ 2 റേസ് 4. ഇപ്പൊ കറക്റ്റായിട്ട് ലോജിക്ക് കിട്ടില്ലയോ? സം ഓഫ് ദ കോഎഫിഷ്യൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി എന്ന് കൃത്യമായില്ലയോ? എല്ലാത്തിനെയും കറക്റ്റ് 2 റേസ് എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. ഇതുണ്ട് 32 എന്ന് പറഞ്ഞാൽ ആരും 2 റേസ് 5 ആണ്. അപ്പൊ നോക്കിക്കേ, 1 പ്ലസ് എക്സ് റേസ് 5 വന്നപ്പോ 2 റേസ് 5 ആണ്. 1 പ്ലസ് എക്സ് റേസ് 4 വന്നപ്പോ 2 റേസ് 4 ആണ്. 1 പ്ലസ് എക്സ് റേസ് 3 വന്നപ്പോ 2 റേസ് 3 ആണ്. 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ വന്നപ്പോ 2 സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എക്സ് റേസ് ടു 10, 1 പ്ലസ് എക്സ് റേസ് 10ന്റെ കോഎഫിഷ്യൻസുകളുടെ സം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആരെന്ന് പറയാം? 2 റേസ് 10. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 25ന്റെ കോഎഫിഷ്യൻസുകളുടെ സം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആരെന്ന് എഴുതാം മോനെ? 2 റേസ് 25 എന്ന് എഴുതാം. കണ്ടോ, ഇവിടെ കിട്ടിയതാണ്. 2 വന്നപ്പോ 2 സ്ക്വയർ, 3 വന്നപ്പോ 3, 2 ക്യൂബ് എല്ലാം. അപ്പൊ എല്ലാത്തിന്റെയും 2 റേസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് എക്സ് ഹോൾ റേസ് എന്നിന്റെ ആരാ നോക്കിക്കാൻ മോനെ? കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആരെന്ന് പറയാൻ പറ്റും? 2 റേസ് ടു n. ഇപ്പൊ കൃത്യമായില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര മോനെ? 2 റേസ് ടു n. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് NC3 പ്ലസ് എക്സെട്ര പ്ലസ് NCn is equal to 2 raised to n for 1 plus x whole raised to n. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ എക്സാം ചോദിച്ചാൽ വാട്ട് ഇസ് സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് 1 plus x whole raised to 100? ആൻസർ ആരാ മോനെ? 2 raised to 100. ഇത് കണ്ടുപിടിക്കാൻ മറ്റൊരു വഴിയുണ്ട് കേട്ടോ, ഇത്രയും ചെയ്യണ്ട. പക്ഷെ നമുക്കിത് ഇങ്ങനെ നമ്മൾ പഠിക്കുകയും കൂടെ വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. അതായത് നമ്മൾ ഒരു ഷോർട്ട് കട്ട് പഠിച്ചുകൊണ്ട് കാര്യം പ്രയോജനമില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് സം ഓഫ് ദ കോഎഫിഷ്യൻസ് ഓഫ് 1 plus x whole raised to n വേണ്ടി നിങ്ങൾ എക്സിന് അങ്ങോട്ട് 1 ഒന്നും കൊടുത്താൽ മതി കേട്ടോ. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ മോനെ വരുന്നത്? 1 plus 1 raised to n. 1 plus 1 is 2. 2 raised to n. ആൻസർ ആയി തീർന്നു കേട്ടോ. അത് ഷോർട്ട് കട്ട്. ഇത് അതല്ല കേട്ടോ, ഇതാണ് എക്സ്പ്ലനേഷൻ. ക്ലിയർ ആയല്ലോ? പിന്നെ നിങ്ങൾക്ക് ഏത് പവർ 1 plus x whole raised to any പവർ വന്നാൽ അതിന്റെ കോഎഫിഷ്യൻസുകളുടെ സം എന്ന് പറയാൻ 2 raised to that power. ദാറ്റ്സ് ഓൾ. തീർന്നു. ഓക്കെ, അപ്പോൾ ഇത് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ മറക്കാതെ ഷെയർ ചെയ്യുക. ഇതേപോലുള്ള പുതിയ ക്ലാസ്സുകളും പുതിയ രീതികളിൽ കൂടെയുള്ള ക്വസ്റ്റ്യൻസുകളും ഒക്കെ നമ്മുടെ ഈ ചാനലിൽ കൂടെ വരും. എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാ കുട്ടികൾക്കും മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.